തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കർശനമായ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് പഞ്ചായത്തിന്റെ വരും വർഷങ്ങളിലെ വികസന മുൻഗണനകൾ നിശ്ചയിച്ചത്. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകൾക്കും പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതി നിർദ്ദേശങ്ങൾ സെമിനാറിൽ വിശദമായി ചർച്ച ചെയ്തു. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള വികസനമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ AV അജയ് കുമാർ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഇന്ദിര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ വാർഡ് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിദഗ്ധർ എന്നിവർ സെമിനാറിൽ സംബന്ധിച്ചു. ഞങ്ങളിൽ ചിലരെ നിങ്ങളുടെ പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുത്തു എന്നതൊഴിച്ചാൽ നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ഒരു പ്രക്രിയയാണ് ജനകീയാസൂത്രണം എന്നുള്ളത്. ഈ ജനകീയാസൂത്രണത്തിന്റെ പദ്ധതി വേളയിൽ ഒരുപാട് പ്രക്രിയകൾ ഇതിനു മുമ്പ് നടന്നുപോയി. ഗ്രാമസഭകൾ കഴിഞ്ഞു, വർക്കിംഗ് ഗ്രൂപ്പുകൾ കഴിഞ്ഞു, അതിനുശേഷം കരട് പദ്ധതി രേഖ, വർക്കിംഗ് ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കരട് പദ്ധതി രേഖ തയ്യാറാക്കി അത് ഇന്ന് വികസന സെമിനാറിൽ ഇവിടെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വായിക്കുകയുണ്ടായി. വൈസ് പ്രസിഡന്റ് സംസാരിച്ചപ്പോഴും ഞാൻ കരട് പദ്ധതി രേഖ ജസ്റ്റ് ഒന്ന് നോക്കുകയും ചെയ്തപ്പോഴാണ് എല്ലാ മേഖലകളെയും തൊട്ട് തലോടിക്കൊണ്ടാണ് എടയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ കരട് പദ്ധതി രേഖ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് കണ്ടതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 04942084 010 7034 071111.